ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്രാഫ്റ്റ് ചെയ്ത അതേ ബോക്സിൻ്റെ ബാക്കി പോർഷൻ ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്രാഫ്റ്റ് ചെയ്യാൻ തോന്നിയപ്പോൾ ആ ഒരു പോർഷൻ എനിക്ക് കളയാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഇത് ചെയ്തത്. അതിനാകുമ്പോൾ കുറച്ചുകൂടി കട്ടിയും തിക്നെസ്സും ഉണ്ട്. അത് മാത്രമല്ല അതൊരു വൈറ്റിഷ് നല്ലൊരു വൈറ്റ് ഇതാണ്. നമുക്ക് എക്സ്ട്രാ വൈറ്റ് കളർ പേപ്പർ കവർ ചെയ്യുകയോ ഒന്നും വേണ്ട. അപ്പോൾ അതിന് ഞാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് റെക്റ്റാങ്കിൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ടേബിൾ ഡെക്കറാണ് ഉണ്ടാക്കി യൂസ് ചെയ്തത്. ഇത് ടേബിൾ കാലണ്ടറാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പീസസ് വേണം മൊത്തം. അതായത് നമ്മൾ 12 മന്ത്സിന് വേണ്ടിയിട്ട് 12 പീസ്. അതല്ലാതെ നമ്മൾ ഡേറ്റ് എഴുതാൻ വേണ്ടി നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സൊക്കെ വരുമല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റിൽ 4 എണ്ണം 0 to 3 വരെ എഴുതിയതും പിന്നെ ബാക്കിയുള്ള സെറ്റിൽ 0 to 9 വരെ എഴുതിയ 10 കാർഡ്സ്. അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ മോളുടെ കരിവളയാണ്. നമുക്കിപ്പോൾ ചെറുതായി, അപ്പോൾ ആ വള ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം റിങ്ങിന് പകരം നമുക്കിപ്പോൾ റിങ് ഇല്ലെങ്കിലും എങ്ങനെ നമുക്കൊന്ന് കോർത്തിടാമെന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ കണ്ണിലേക്ക് കരിവള പെട്ടത്. അപ്പോൾ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് റിങ് പോലെ തന്നെ ഈ നമ്പേഴ്സിനെ ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്പേഴ്സിനെയും അതുപോലെ ഞാൻ മന്ത് എഴുതിയതിനെയും ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് 12 മന്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അത് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കുക, ജസ്റ്റ് സ്കെച്ച് ഉപയോഗിച്ച് എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. ഞാൻ മന്തും അതുപോലെ ബാക്കി നമ്പേഴ്സും ഇതിൽ അറേഞ്ച് ചെയ്തു. ഞാൻ കട്ട് ചെയ്ത പോർഷൻ നമുക്കൊന്ന് ജോയിൻ ചെയ്യണം. ഞാൻ അതിന് വേണ്ടി ഇവിടെ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫെവിക്വിക്ക് ഉപയോഗിക്കുകയോ അതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിക്കുകയോ എന്താണോ അവൈലബിലിറ്റി അതിനനുസരിച്ച് നമുക്കത് സ്റ്റിക്ക് ചെയ്യാം. അതുപോലെ ഇനി ഞാനിതൊരു ടേബിൾ ഡെക്കറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അതിന് ഒരു 3 ഐസ്ക്രീം സ്റ്റിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 3 ഐസ്ക്രീം സ്റ്റിക്കിനെ ഞാൻ ഒട്ടിച്ചെടുത്തു. പിന്നെ അതിനെ ഞാൻ വേറൊരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ 3 എണ്ണം ഒട്ടിച്ചതിൻ്റെ ഒരു താഴത്തെ പോർഷൻ കട്ട് ചെയ്തു. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡ് ബോർഡിൽ താഴത്തെ പോർഷൻ കട്ട് ചെയ്താലേ അത് നമുക്കത് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് താഴത്തെ പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടിലും. അതുപോലെ മുകളിലത്തെ പോർഷൻ ഞാൻ നേരത്തെ സ്റ്റിക്ക് ചെയ്തതിനൊപ്പം ഞാൻ വേറെ ആ ഹൈറ്റിനനുസരിച്ച് ഐസ്ക്രീം സ്റ്റിക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്ത് സ്റ്റിക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മുടെ ഒരു ടേബിൾ ഡെക്കർ കലണ്ടർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. ഞാനിത് അങ്ങനെ തന്നെ റോ ആയിട്ട് യൂസ് ചെയ്യുകയാണ്. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ.